ഇന്ന് സൺഡേ ആണ്, ഒരു ഒഴിവ് ദിവസം കിട്ടി. ഇന്ന് നല്ല വെയിലുണ്ട്, അതുകൊണ്ട് കുറച്ച് പറമ്പിലൊക്കെ ഇറങ്ങി കുറച്ച് പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. തുമ്പികളൊക്കെ അങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവർ രണ്ടുപേരും കൂടി എൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. ആന്തൂറിയത്തുമ്പോൾ നല്ല പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതൊരു പിങ്കിഷ് കളറാണ്. ഇതിൽ നല്ലൊരു റെഡ് കളറ് ഉണ്ട്. അതിൻ്റെ മുട്ട ഉണ്ടായിക്കണുള്ളൂ, വിരിഞ്ഞ് വരണേ ഉള്ളൂ. പാവലം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുറച്ച് കയറി തുടങ്ങി. അപ്പോഴേക്കും ഇവിടെ ഒരു പന്തലൊക്കെ സെറ്റ് ചെയ്യാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. കുറച്ചും കൂടി അതിൻ്റെ പണി കഴിയാനുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. നല്ല ഭംഗിയുണ്ടല്ലേ ആകാശം കാണാനായിട്ട്. കുറേ നാളുകൾക്ക് ശേഷം നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞ ഒരു ആകാശം. ഇതുകൊണ്ട് ഒരു അകത്തിച്ചേരിയാണ്. ഇതുമ്പോൾ മുട്ടിട്ട് തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് ഫ്ലവറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു റെഡ് കളറിലാണ്. പാവലത്തിന് പന്തൽ കെട്ടാണ്. ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് പന്തൽ. ഞങ്ങൾ രാവിലെ തന്നെ തുടങ്ങി കുറച്ച് ചെയ്യാനായിട്ട്. നല്ല വെയിലുള്ള കാരണം നല്ല സുഖമായിട്ട് നിന്നിട്ട് കെട്ടാം. പാവലെങ്ങനെ ഇതിങ്ങനെ ഏറ്റം കൊടുക്കണം. ഇതിന് ചെറുതായിട്ട് വളർന്നു വലുതായിട്ട് വരുന്നുണ്ട്. ഇത് ഇവിടെ ഈ രണ്ടെണ്ണം കൂടി ഉണ്ട് കെട്ടാനായിട്ട്. ഇതാ ഇത് നോക്കി. ഇത് അകത്ത് ചീരമ മുട്ടിട്ടു ഉണ്ടോ നോക്കി. ഇത് റെഡ് കളറാണിത്. അങ്ങനെ പാവലത്തിന് അതിൻ്റെ പന്തലൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് കയറി പോവാനായിട്ട് ചരടൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് റെഡ് കളറുള്ള വെണ്ടയ്ക്കാണ്. അതൊന്ന് മുട്ടിട്ടുണ്ട്. ഒരു 10 കടയോളം ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ ഇതിൽ ഈ മുളകിൽ നിറച്ച് പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇത് നെയ്മുളകാണ്. ഇത് കണ്ട ഇതൊരു ഭംഗിയല്ലേ ഇത് പഴുത്ത് നിൽക്കണ കാണാനായിട്ട്. പിന്നെ ഇതിൽ നാടൻ മുളക്. ഇതിൽ കുറച്ചധികം ഉണ്ട് പറിക്കാനായിട്ട്. മുളക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അത് 2-3 കടയുമെന്നാണ് നമ്മൾ ഇത്രയും പറിച്ചത്. ഇനിയുണ്ട്. ഈ ഒരു കടമ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അത് പറിക്കാൻ പോകണുള്ളൂ. എന്തായാലും ഈ പ്രാവശ്യം 1 കിലോ മുളകോളം കിട്ടുന്നതാണ് തോന്നുന്നത്. ഓണായിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കൂടിയും കുറച്ച് മുളക് പൊട്ടിക്കാം. 1 കിലോ ഉണ്ടാവും തോന്നുന്നു പൊട്ടിച്ച് കഴിയുമ്പോൾ.
ഓണായിട്ട് 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഞങ്ങൾ വളം സാധാരണ ചാണകവും എല്ലുപൊടി അങ്ങനെയൊക്കെ വേപ്പ് മണ്ണാക്ക് അതൊക്കെ ഇടുള്ളൂ. അല്ലാണ്ട് വേറെ രാസവളങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല. ഇതിൽ കുറേ പഴുത്ത് കിടക്കുന്നുണ്ട് കണ്ട. ഓണത്തിന് വേണ്ടി പറിക്കാൻ വേണ്ടി മാറ്റി വെച്ച മത്തങ്ങയാണ്. ഒരുവിധം നന്നായിട്ട് തന്നെ അത് പാകമായിട്ടുണ്ട്. ഫുള്ള് മഞ്ഞ കളർ വന്നിട്ടില്ലെങ്കിലും അത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇന്ന് വിളവെടുത്ത് കിട്ടിയ പച്ചക്കറികളാണ്. ഓണത്തിനുള്ള മത്തങ്ങ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുളക്, ഒരു സാലഡ് വെള്ളരിയും കൂടിയും കിട്ടിയിട്ടുണ്ട്. എല്ലാ ഓണത്തിനും കൂടുതൽ കുമ്പളങ്ങയാണ് കിട്ടാറ്. ഈ പ്രാവശ്യം കുമ്പളങ്ങ വളരെ കുറവാണ്. എന്നാലും ഓണാകുമ്പോഴേക്കും 1-2 കുമ്പളങ്ങ പാകാവും.